പ്രിയമുള്ള സുഹൃത്തുക്കളെ, കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ നൗഫലും വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ, ഓണമാണ്. ഓണത്തിൻ്റെ ഒരു മൊത്തം ആഹ്ലാദമാണ് എല്ലായിടത്തും. കേരളത്തിലൊക്കെ ഓണം ഇതുവരെ ആഘോഷിച്ചേക്കാൾ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസമായി. അതിൻ്റെ ഒരു വൈബ് തന്നെ മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രവാസ ലോകത്ത് തന്നെ. പ്രവാസ ലോകത്ത് ഓണം നമ്മൾ സാധാരണ പറയാറുണ്ട്, ചിങ്ങത്തിൽ ഓണം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അത്തമ്പത്തിന് ഓണം, അത്തമ്പത്തിനല്ല അതിന് മുമ്പ് തന്നെ ഉത്രാടപ്പാച്ചിലൊക്കെ ഇവിടെ ഒരു ഭയങ്കര ഓണാഘോഷമായിരുന്നു. അങ്ങനെ തുടങ്ങിയാൽ അത് അവസാനം ക്രിസ്മസ് വരെ ഓണം തുടരുമെന്നാണ്. അതാണ് പ്രവാസത്തിലെ ഓണത്തിൻ്റെ ഒരു പ്രത്യേകത. അത് ആ പതിവിന് എപ്പോഴും മാറ്റം ഉണ്ടാവില്ല. ഒപ്പം തന്നെ ഇപ്പോൾ കുറേ കൂടി ഓണത്തിന് കുറേ കൂടി അതിൻ്റെ ഒരു മൊത്തം പൊലിമ കൂടിയിട്ടുണ്ട്, മൊത്തം ഒരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഓണാഘോഷത്തെ, പ്രവാസിയുടെ ഓണാഘോഷത്തെക്കുറിച്ചാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെയല്ലേ? എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഞങ്ങൾ നല്ല ഉത്രാടപ്പാച്ചിലൊക്കെ കണ്ടതല്ലേ? ഉത്രാടപ്പാച്ചിൽ കണ്ടു. മൊത്തത്തിൽ പിന്നെ നമ്മളെ മലയാളികൾ കൂടുന്ന ഏരിയകൾ, മാർക്കറ്റുകൾ, റെസ്റ്റോറൻറ്റുകൾ, കോഫി ഷോപ്പുകൾ എല്ലാം ഭയങ്കര ആക്റ്റീവാണെന്ന്. മാത്രമല്ല ഇന്ന് പിന്നെ 1-2 ഷോപ്പിംഗ് മാളിൽ പോയപ്പോൾ ലിറ്ററലി ശരിക്കും നമ്മൾ പിന്നെ കൊച്ചിയിലാണോ കോഴിക്കോടാണോ റിയാദിലാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. എല്ലാവരും നല്ല മുണ്ടും പിന്നെ സ്ത്രീകൾ നല്ല സെറ്റ് സാരിയൊക്കെ എടുത്ത് ഒരു ഓണത്തിൻ്റെ വൈബ് ടോട്ടലി ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഈ പിന്നെ നമ്മൾ ഈ പ്രവാസത്തിലെ ഓണം എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ ഓണം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രം ഇങ്ങനെ നമ്മുടെ ഒരു ഉത്സവം എന്നുള്ള രീതിയിൽ അവിടെ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുകയാണ്. ഇവിടെ എത്തുമ്പം ഇത് സ്പ്രെഡാവാണ്. ഇപ്പോൾ പല ആളുകളിലേക്കും പല രാജ്യക്കാരിലേക്കും ദേശാന്തരങ്ങളിലേക്ക് ഇതിൻ്റെ അതിർവരമ്പുകളൊക്കെ വിട്ട് ഓണത്തിൻ്റെ സന്ദേശം അതൊരു വലിയ സംഭവമല്ലേ കാര്യം. അപ്പോൾ നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഇപ്പോൾ ഇന്ന് പിന്നെ ഓണം സദ്യ കഴിക്കാൻ വരുന്നത് 2 ചൈനക്കാർ, ഒരു കൊറിയക്കാരന്, അങ്ങനെ പിന്നെ അതായത് ജോലി സ്ഥലത്തുള്ള ആളുകളൊക്കെ നമ്മളൊരു ഉത്സവത്തിലേക്ക് അവർ ക്ഷണിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നെ കാര്യങ്ങളൊക്കെ വിനിമയം ചെയ്യപ്പെടുന്നു. എന്താണ് ഇതിൻ്റെ ഐതിഹ്യം, മാവേലി അവരറിയുന്നു, ആ മാവേലി ആരാണെന്ന് അറിയുന്നു. അങ്ങനെ പിന്നെ മൊത്തത്തിലൊരു നല്ലൊരു വൈബ് ഉണ്ട്. ഇപ്പോൾ പഴയ പോലല്ല, ഈ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഈ സഹപ്രവർത്തകരൊക്കെ മറ്റുള്ള പല രാജ്യക്കാർ, പല സംസ്ഥാനക്കാരൊക്കെ ആയതുകൊണ്ട് അപ്പോൾ അവർക്കിത് പകർന്നു കിട്ടുന്നു. അവർ മാത്രമല്ല രാജ്യങ്ങളിലേക്ക് ഒഴുകി പരക്കുകയാണ്. ഓണത്തിന്റെ സന്ദേശവും ആഘോഷവും. അപ്പോൾ ഇതിൻ്റെ ഒരു പിന്നെ ഒരു നമുക്കിടയിലുള്ള ഒരു യൂണിറ്റിയും ഇത് നമ്മൾ ആഘോഷിക്കുന്നതിൻ്റെ ഈ ഒരു സെലിബ്രേഷൻ്റെ ഒരു മൂഡൊക്കെ എല്ലാവരിലേക്കും ഇങ്ങനെ സ്പ്രെഡ് ആവാണ്. അപ്പോൾ അതൊരു നല്ല രസമല്ല. അത് പ്രവാസ ലോകത്ത് മാത്രം ഉണ്ടാവണം. ഇപ്പോൾ ഓണം തന്നെ, ഓണത്തിന് ഇങ്ങനെ ഇലയൊക്കെ സെലിബ്രേറ്റ് ചെയ്യണം, വേറൊന്നും നോക്കുന്നില്ല. അതിനിപ്പോൾ പെരുന്നാളായാലും പ്രവാസിയുടെ പെരുന്നാളായാലും എല്ലാം അങ്ങനെ തന്നെയാണ്. പ്രവാസിയുടെ വിഷു ആയാലും ക്രിസ്മസ് ആയാലും എല്ലാം അങ്ങനെ. പക്ഷെ മറ്റുള്ള ഉത്സവങ്ങളെക്കാൾ ഓണത്തിനൊരു വൈബ് കൂടുതലാണ്, അതിന്റെ പൊലിമ കൂടുതലാണ്. ശരിക്കും ഭക്ഷണം കഴിക്കാൻ പോകുന്ന ഒരു സ്ഥലത്ത് ഇപ്പം ആദ്യം ഇങ്ങനെ പിന്നെ നേരത്തെ ബുക്ക് ചെയ്യണം, സദ്യയൊക്കെ നേരത്തെ ബുക്ക് ചെയ്യണം. അപ്പം ഈ ആളുകൾ ഇങ്ങനെ ഓരോരുത്തരെ വിളിക്കാണ് ടോക്കൺ നമ്പർ അനുസരിച്ചിട്ട്. അപ്പോൾ വിളിക്കുമ്പോൾ നമ്മളവിടെ ശ്രദ്ധിക്കുമ്പോൾ മറ്റേ സായദ് അൽ ഒത്തൈബി, മുനാൽ ബിന്ത് അബ്ദുറഹ്മാൻ, ഷൊക്കോൺ മിയ ബംഗാളി, ഗുലാം അഹമ്മദ്, ഇവരൊക്കെയാണ് സദ്യക്ക് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം അത് നമുക്കൊരു രസമുള്ള ഒരു അനുഭവമല്ലേ. നമ്മുടെ കേരളത്തിലെ ഭാസ്കരനും ഹമീദും ഇവിടെ അതിൻ്റെ മാറിയിട്ട് ഇവിടെ എല്ലാ ആൾക്കാരും അറബികളുണ്ട്, സുഡാനികളുണ്ട് സദ്യ വാങ്ങിയിട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ വ്യത്യസ്ത രീതിയിലേക്ക് ഇത് മാറുന്നതിന്റെ അതൊരു രസമല്ല. അതെ, തീർച്ചയായിട്ടും. എൻ്റെ ഓണസദ്യ തുടങ്ങിയത് അപ്പോൾ താങ്കൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, കുറച്ച് ദിവസം മുമ്പാണ്. അതായത് ചിങ്ങം പറക്കുന്നതിന് മുമ്പ് കർക്കിടകത്തിലാണ് ശരിക്കും എൻ്റെ റിയാദിലെ ഓണസദ്യ, ആദ്യത്തെ ഓണസദ്യ നമ്മുടെ ഷെഫ് പിള്ള തയ്യാറാക്കിയ ലുലുവിൻ്റെ ഓണസദ്യയായിരുന്നു. ആ ഓണസദ്യ വളരെ രുചികരമായിരുന്നു. ആ ഓണസദ്യ ഇങ്ങനെ കഴിച്ചിട്ട് ആ ഓണസദ്യയുടെ പിന്നെ രുചിയെക്കുറിച്ച് അത് ഉണ്ടാക്കിയ ആളോട് നേരിട്ട് പറയാനുള്ള ഒരു അവസരം കിട്ടി. അതാണ് ആദ്യത്തെ ഓണസദ്യ. പിന്നെ ചിങ്ങം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഓണസദ്യ തുടങ്ങി. അത്തം പത്തൊന്നും അവൻ കത്തി നിന്നില്ല, അതിന് കാത്തിട്ടില്ല. പിന്നെ ഓണം കഴിഞ്ഞാൽ ഇത് അവസാനിപ്പിക്കില്ല. കാരണം ഈ വാരാന്ത്യങ്ങളിലാണ് നമുക്കിത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അവധി ദിവസങ്ങളിൽ. അപ്പം എന്താ വെച്ചാൽ ഒരു വാരാന്ത്യം അപ്പം ഒരുപാട് സംഘടനകളുണ്ട്, എല്ലാ സംഘടനകൾക്കും സെലിബ്രേറ്റ് ചെയ്യണം. അപ്പൊ ഓരോ വെള്ളിയാഴ്ച അവരിങ്ങനെ പകുത്തെടുത്തിട്ട് ഓരോ വെള്ളിയാഴ്ച നടത്തണം. അപ്പോൾ അത് കഴിയുമ്പോൾ ചിലപ്പോൾ ഡിസംബറും നവംബറും ജനുവരിയൊക്കെ ആവും. അപ്പോൾ ഈ ഓണം മാവേലി എഴുന്നള്ളത്തൊന്നും, പിന്നെ ചെണ്ടമേളം അല്ലേ, പിന്നെ ഓണസദ്യ, ഇത് മൂന്നും ഇല്ലാത്ത ഓണാഘോഷം ഇല്ലല്ലോ. ഒന്നുമില്ല. പിന്നെ ഇവിടെ നമുക്ക് ഇപ്പോൾ തിരിച്ചറിയാൻ കഴിയില്ല ഇത് ആരാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നാട്ടില് അല്ല, മൊത്തത്തിൽ ഇപ്പോൾ ആ ഒരു കേരളീയ, സത്യത്തിൽ ഓണം കേരളീയരുടെ ഉത്സവമാണെന്ന് നമ്മൾ ചെറുതിലെ പഠിക്കുന്നുണ്ടെങ്കിലും
അങ്ങനെ അല്ലായിരുന്നു. അങ്ങനെ അല്ലായിരുന്നു. ഒരു പ്രത്യേക കള്ളിയിലാണ് ആളുകൾ പ്രത്യേക കള്ളിയിലായിരുന്നു. ഇപ്പോഴാണ് ശരിക്ക് ഓണം കേരളീയരുടെ ഉത്സവം. ഓണത്തിന്റെ സന്ദേശം ശരിക്കും പുലർന്നപ്പോ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു തമാശ ഉണ്ടായത്, ചിലപ്പോൾ ഒരാള് നല്ല വയറൊക്കെ ഉള്ള ഒരാള് നാട്ടിൽ സ്ഥിരമായിട്ട് മാവേലിയായിട്ട് നിൽക്കുന്ന ഒരാള്, പുള്ളി ഉംറ വിസയിലാണ് വന്നിട്ടുള്ളത്. ഉംറ വിസയിൽ വന്ന മാവേലി. അപ്പം വലിയ സംഭവമല്ല. അപ്പൊ അതിന്റെ ഞാൻ പറഞ്ഞത് ഇതിന്റെ ഒരു ബാരിക്കേഡുകളൊക്കെ നമ്മള് ചെറുതിൽ സ്കൂളിൽ പോയി കേരളീയരുടെ ആഘോഷമാണ് ഓണം നമ്മളിങ്ങനെ പഠിക്കാറുണ്ട്. നമ്മൾ കാണാറില്ലായിരുന്നു, അനുഭവിക്കാറില്ല. അതൊരു ഒരു പുസ്തകത്തിലൊരു വിഷയം അല്ലെങ്കിൽ ഒരു സന്ദേശം എന്നല്ല, അതിന്റെ അപ്പുറത്തേക്ക് നമ്മളത് അനുഭവിക്കുന്നില്ല. ഇപ്പൊ ശരിക്കും നമ്മള് അത് അനുഭവിക്കുന്നുണ്ട്. നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് കണ്ടാൽ മതി. എല്ലാ വിശ്വാസത്തെയും അവർക്ക് വിശ്വാസമാണ്, ആഘോഷം വേറെയാണ്. അതെ അതെ. അല്ല, വിശ്വാസത്തിന്റെ അതിർവരമ്പുകളൊന്നും ലംഘിക്കപ്പെടുന്നില്ല. അതൊക്കെ വേറെ അങ്ങനെ ചിത്രീകരിക്കപ്പെടുന്നതാണ്. ഒന്നും, അതായത് കേരളീയരുടെ ഓണാഘോഷം എന്നത് കേരളീയരുടെ ആഘോഷമാണ്. അത് എന്താണ്, കൊയ്ത്തുത്സവം എന്നൊക്കെ പറയാല്ലേ, അല്ലേ, വിളവെടുപ്പിന്റെ ഉത്സവമൊക്കെയാണ്. പക്ഷെ ഈ ഓണം യഥാർത്ഥത്തിൽ ഈ ഓണ ഉത്സവം, ഓണാഘോഷം എന്നത് കേരളീയരുടെയാണ്. അത് പ്രവാസ ലോകത്തെത്തുമ്പോൾ കേരളീയരുടെ മാത്രം അല്ലാതായി മാറുന്നു. അത് ലോകത്തെ എല്ലാവരും കേരളീയരുടെ ആഘോഷത്തെ അവർ ഉൾക്കൊള്ളുകയാണ്, അവരതിന്റെ ഭാഗമാകുക. സംസ്ഥാനത്തിന്റെ അതിർവരമ്പ് അതിനപ്പുറം രാജ്യങ്ങളിൽ കടന്ന് അതില് പിന്നെ അത് ആഘോഷിക്കുന്നവര് സുഡാനിയും ലബനാനും എത്യോപ്യയും സൗദിയും എല്ലാവരും ഉണ്ടാവും. പാകിസ്ഥാൻ അത് നല്ലൊരു കാര്യമാണ്. കാരണം ഇത് പകരാൻ ഇങ്ങനത്തെ ഒരു ലാൻഡിൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. കേരളത്തിൽ നിന്ന് നമുക്ക് മാക്സിമം പകരാൻ പറ്റിയ ബംഗാളികൾക്കാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഈ കേരള ഇതിന്റെ സന്ദേശം പോകാൻ പറ്റില്ല. മാത്രമല്ല, ഇങ്ങനെ എനിക്ക് തോന്നേ, ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ ഇനിയിപ്പോ വരാനുള്ള റിയ ടാക്കീസിന്റെ ഓണസദ്യയൊക്കെ ഉണ്ട്. അതൊക്കെ നൂറുകണക്കിന് ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നു. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഷിഫയിലെ തൊഴിലാളികളുടെയാണ്, സാധാ തൊഴിലാളി, ഫാക്ടറി തൊഴിലാളികൾ. അപ്പോൾ അതൊക്കെ നൂറുകണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ഇരുന്നിട്ട് കഴിയും. ഇങ്ങനത്തെ ഇത്രയും ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതൊന്നും കേരളത്തിൽ ഇപ്പൊ ഉണ്ടാവില്ല. വീടുകളിലൊക്കെ അല്ലേ ആയിരിക്കുള്ളൂ. ഇത്ര മാസ് ഓണ സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇതൊരു ഭയങ്കരമായിട്ട് ബോണിയൽ. ഇപ്പൊ സ്ഥാപനങ്ങളിലാണെങ്കിലും സ്ഥാപനങ്ങളിലെല്ലാം അപ്പൊ നാട്ടിലും കുറച്ചും കൂടി ഒക്കെ അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഭാഗമായിട്ട് നല്ലൊരു ഇൻഡസ്ട്രി മെച്ചപ്പെട്ടു. ഇപ്പൊ നമ്മളിപ്പം മുമ്പൊന്നും നമുക്ക് സൗദിയിൽ ഒരു കസവിന്റെ മുണ്ട് കിട്ടാനോ അല്ലെങ്കിൽ ഒരു ഷർട്ട് കിട്ടാനൊന്നും മാർഗമില്ലായിരുന്നു. ഇപ്പൊ കിട്ടും. ഇപ്പൊ കിട്ടും. അത് ഈ ഓണത്തിന് മുമ്പേ നാട്ടിലേക്ക് പോകുന്ന ആളുകളെ ഏൽപ്പിച്ചിട്ട് കൊണ്ടുവന്നിട്ടൊക്കെയാണ് എടുക്കുക. എന്നാൽ തന്നെ അത് എടുത്ത് പുറത്തിറങ്ങാനൊക്കെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഭയങ്കര പ്രയാസമാണ്. ഇന്ന് ഒരുവിധം എല്ലാ ഷോപ്പിംഗ് മാളിലും എല്ലാ ടെക്സ്റ്റൈലിലും ഓണത്തിന്റെ എല്ലാ ഡ്രസ്സും അവൈലബിൾ ആണ്. പിന്നെ മാത്രമല്ല, അത് എടുത്ത് ഇറങ്ങുന്നതിന് ആർക്കും ഒരു കുഴപ്പമില്ല. ഇല്ല, മുമ്പ് ആളുകൾക്ക് പേടിയിരുന്നത് ഈ മുണ്ട് എടുത്ത് ഇറങ്ങിയാൽ പറിച്ചോണ്ട് ഓടിക്കളയുമെന്നുള്ളത്. അതുകൊണ്ടായിരുന്നു. പിന്നെ ഈ നമ്മൾ കാണുന്നതില് പിന്നെ ഒരു ഇപ്പൊ ആരും ഒന്നും നോക്കില്ല. മൾട്ടികൾച്ചർ നടക്കുന്ന ഒരു ലാൻഡാണല്ലോ. അപ്പൊ പിന്നെ എല്ലാവരും ഇങ്ങനെ കസവ് മുണ്ടെടുത്ത് കസവിന്റെ പിന്നെ സാരി എടുത്തൊക്കെ നിൽക്കുമ്പോൾ ഒരു സുഡാനി അന്വേഷിക്കുകയാണ് എന്താണെന്ന് സംഭവിക്കുന്നത്. അയാൾക്ക് അത് പകർന്നു കിട്ടണം, അയാൾ അത് അറിയാണ്. ഇങ്ങനെ കേരളത്തിൽ ഇങ്ങനെ സംഭവങ്ങളുണ്ട്, ഇന്ത്യയിൽ എവിടെ, കേരളത്തിലുണ്ട്. അപ്പൊ അതിങ്ങനെ ഒരു പക്ഷേ കേരളത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വ്യത്യസ്ത രീതിയിലുള്ള ഇപ്പൊ ദീപാവലി, ആടി, അങ്ങനെ പല സെലിബ്രേഷൻ ഉണ്ടല്ലോ. പക്ഷെ അതൊന്നും നമ്മൾ ഇത്ര ലാർജ് സ്കെയിലിൽ നമ്മളിവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. കേരളത്തിന്റെ ഒരു സെലിബ്രേഷൻ ഭയങ്കര വൈഡായിട്ട്. ഇപ്പോൾ മാത്രമല്ല, അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ നിന്ന് സെലിബ്രിറ്റികൾ വരുന്നു ഓണത്തിൽ പങ്കെടുക്കാൻ. പിന്നെ കലാരംഗത്തുള്ള ആളുകൾ വരുന്നു, കലാപരിപാടികൾ സെറ്റ് ചെയ്യുന്നു. സൗദി അറേബ്യയിലാണ്. അതെ. അപ്പോൾ സൗദി അറേബ്യയിലെ ഓണത്തിന് പ്രത്യേക വൈബ് തന്നെയാണ്. അത് വന്ന് ആസ്വദിച്ച് അറിയുക തന്നെ വേണം, അനുഭവിച്ചറിയുക തന്നെ വേണ്ടതുണ്ട്. വേറെ എന്തെങ്കിലും പറയാൻ ഓണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ തീരൂല. ഓണസദ്യ, താങ്കൾ ഈ ഭക്ഷണമൊക്കെ വളരെ നോക്കുന്ന ആളാണല്ലോ. പക്ഷെ ഓണസദ്യത്തിന്റെ കാര്യത്തിൽ നമുക്കത് പിന്നെ കഴിക്കാൻ അറിയില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. ഇന്നിപ്പോ ചാറ്റ് GPT നോക്കിയിട്ടാണ് നമ്മൾ ആദ്യം എന്ത് കഴിക്കണം എന്നുള്ളത് തീരുമാനിച്ച്. അപ്പൊ ഇങ്ങനെയൊക്കെ അറിയുന്നവരെ പോലെ കഴിക്കലും ഇല എങ്ങനെ മടക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞു. ഇലയിലൊരു പ്രശ്നം ഉണ്ടല്ലോ. ഇല ഇപ്പൊ നമ്മൾ ഇല കഴിഞ്ഞിട്ട് ഇല മടക്കുന്ന രീതിയെ കുറിച്ച് പറയാറുണ്ട്. അപ്പൊ ഇല എങ്ങോട്ട് മടക്കുമ്പോഴാണ് അത് സംതൃപ്തിയായിരുന്നു എന്നതും എങ്ങോട്ട് മടക്കുമ്പോഴാണ് അത് അങ്ങനെ അല്ലെന്ന് അതിനെ കുറിച്ച് ചാറ്റ് GPT വല്ലതും പറഞ്ഞു തന്നു? അതിനെ ചോദിച്ചിട്ടില്ല. നേരം എങ്ങനെയെങ്കിലൊക്കെ മടക്കിയിട്ട് അവര് സപ്ലൈസ് ആണ് വന്ന് മടക്കുന്നത്, കാരണം സമയമില്ലാത്ത. അപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾ ചിലപ്പോൾ പറഞ്ഞു തരും നമുക്ക്, കമന്റിൽ അവർ പറയട്ടെ. ഇല എങ്ങോട്ട് മടക്കുമ്പോഴാണ് ഊണ് നന്നായിരുന്നു, സദ്യ നന്നായിരുന്നു എന്നും എങ്ങോട്ട് മടക്കുമ്പോഴാണ് മോശമായിരുന്നു എന്നും എങ്ങനെയാണെന്ന് ചാറ്റ് GPT പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞു തരും. സുഹൃത്തുക്കൾ പറയട്ടെ. അപ്പൊ ഹാപ്പി ഓണം.